ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ സുന്ദരമായ നമ്മളെ ലൈറ്റ് ഹൗസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടുത്തെ മുന്നറിയിപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. അത് നോക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് നമ്മൾ പ്രവേശിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗേറ്റിനകത്തേക്ക് പോകാം. ഓക്കെ ചേച്ചി, ചെരുപ്പ് എവിടെ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ടിക്കറ്റ് എത്രയാണ്? 20. ടിക്കറ്റ് 20 പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് നമുക്ക് 10 രൂപയായിട്ടാണ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിനകത്ത് അഡ്വഞ്ചർ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരുപാട് പിക്ചർ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല അടിപൊളി സീനറി ഉണ്ട്. ഇതിനകത്ത് തുടരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഔട്ട് സൈഡ്. നമുക്ക് അവിടെ ഒരു സംഭവം കാണുന്നത്. അങ്ങോട്ടൊന്ന് പോട്ടെ. ഇത് കൊള്ളാം. ഇത് പൊളിച്ച് ഇതെന്ന് പറയുന്നത് നമ്മളെ തങ്കശ്ശേരി പുലിമുട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ഒരു സൈറ്റാണ്. എനിക്കൊന്ന് ഇതിപ്പോൾ ഈ ഇടയ്ക്കാണ് പണിഞ്ഞതായിരിക്കാം ഈ ഒരു സംഭവം. ഇവിടെ ഒരു റെസ്റ്റിംഗ് സൈഡൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. ഇതെന്താണ് സംഭവം ഇതുവരെ മനസ്സിലായില്ല. അത് റെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പായിരിക്കും. മഴയൊക്കെ പെയ്യുമ്പോൾ ഓടിക്കാറല്ലോ, അതിനൊക്കെ വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഇത് സംഭവം കല്യാണ പരിപാടി കിടക്കുവാണ്. കൊള്ളാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. അകത്തോട്ട് പോകാൻ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്ക്. പിന്നെ രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ ഉണ്ട്. ആ സമയത്ത് വന്നാൽ ഇതിനകത്ത് പ്രവേശിക്കാം. അപ്പോൾ ആളുകൾ ഒരുപാടുണ്ട്. അവരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പെല്ലാം വെളിയിൽ ഇടണം. ഓക്കെ, അതിനകത്തോട്ട് പോവാം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ചെരുപ്പ് അവിടെ ഒതുക്കിയാണ് നാളെ പറഞ്ഞിരിക്കുന്നത്. പാദരക്ഷകൾ പുറത്തിടാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ ഇടണം. ഓക്കെ. ഇവിടെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ലിഫ്റ്റുണ്ട്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ലിഫ്റ്റില്ലായിരുന്നു. നമ്മൾ ഈ സ്റ്റെയർ വഴി കയറിയാണ് പോകേണ്ടിയിരുന്നത്. മുമ്പേ ആണ്ട് എനിക്ക് തോന്നുന്നൊരു കോൺക്രീറ്റ് കട്ട വെച്ചിട്ടായിരുന്നു ഇവിടെ സ്റ്റെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഗ്രാനൈറ്റിൻ്റെ സെറ്റപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് മുകളിലോട്ട് പോയിരിക്കുകയാണ്. ആളുകൾ കയറി സംഭവം തന്നെ കൊള്ളാം. ഇവിടെയും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വായിച്ച് നോക്കുക. സ്റ്റെപ്പ് കൊണ്ട് പക്ഷേ നമുക്ക് ഇതിന് ലിഫ്റ്റ് വഴി കയറി പകുതി വരെ ലിഫ്റ്റിൽ പോകണം. എനിക്കൊന്ന് പകുതി വരെ കണ്ടല്ലോ ലിഫ്റ്റ്. ഒരുപാട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എം എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. എവിടെ? ഗ്രൗണ്ട്. ഓക്കെ, G4 ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിലേക്ക് പോകാം. ഓ നൈസ്. ഏകദേശം ഒരു 3-4 പേർക്ക് നിൽക്കാം. അതെ, ഇതിലപ്പോൾ എനിക്ക് ഒന്ന് സെക്കൻഡ് ആയിരിക്കണം. സെക്കൻഡ് നിൽക്കാം. ക്ലോസ് ആയി. ഇതിൻ്റെ ഇപ്പുറ സൈഡിൽ നമുക്ക് അതിൻ്റെ മറ്റേ ജനലൊക്കെ കാണാൻ പറ്റും. അപ്പം മുകളിലോട്ട് അപ്പം മുകളിലെത്തിയിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഒരു വിൻഡോ കാണാം. ഇനി ഒന്ന് വിൻഡോയിൽ തൊടാൻ പാടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുലിമുട്ട് കാണാൻ പറ്റും. തങ്കശ്ശേരി അടിപൊളി. ഇത് പഴയ ടൈപ്പ് സ്റ്റെയറാണിത്. അതിനകത്ത് നമ്മൾ മുകളിലോട്ട് കയറി പോകണം. എൻ്റെ മോനെ ഇത് കയറുന്നവരെ ടാസ്കാണ്. ഇറങ്ങിയാൽ മേടിച്ചിരിക്കണോ? നോക്കി കയറേ.
ഏസിയുടെ കുറച്ച് ആൻറ്റി കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഐറ്റം വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും വ്യൂ ആണ് ഗൈസ്. ലിഫ്റ്റ് വഴിയില്ലേ ഒന്ന് നമുക്കൊരു ചേഞ്ചിന് വേണ്ടി താഴെ നടന്നിറങ്ങിയല്ലേ, നോക്കട്ടെ. എന്നാലും ലൈറ്റ് ഹൗസ് വന്നിട്ട് കാര്യമില്ല, വെറുതെ വന്നിട്ടെന്ന് കയറി എൻ്റെ മോനെ കയറുവാണെങ്കിൽ ഇപ്പോൾ കാലം ഓടിക്കും. ഇറങ്ങുമ്പോൾ വലിയ വിഷയമില്ല. ഒരു വട്ടം ജഡായി പാറന്ന് കയറിയതാണ്. അതിന് ഫോൺ എടുക്കണ്ടേ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഫോൺ എടുത്തിട്ടെത്തിയണ്ടി. അമ്മീ അയ്യോ, ഒരു നില ഇറങ്ങിയോളാം ഇതുവരെ. നീ കിടക്കുന്നത് കേസ് ഇവർക്ക് പോകണമെന്നാണ് പറയുന്നതാണത് അല്ലേ? നടന്നു നടന്നുണ്ട് എന്നാ നടന്നു പോവാ, നടന്നോണെങ്കിൽ നടന്നു പോവാ. അധികം വെട്ടമൊന്നുമില്ല കേട്ടോ, പ്രകാശമൊന്നുമില്ല. ഇതാണ് കേസിൻ്റെ മുകളിലോട്ടുള്ള വ്യൂ. ഓ നൈസ്. അവിടെ കയറി പോകുന്ന ലിഫ്റ്റ് കൊള്ളാം. ആരും എടുക്കുന്നില്ല അതിനകത്ത്. ഞാൻ ലിഫ്റ്റ് കയറി പോന്നു. അതിൻ്റെ വെയിറ്റ് ഇറങ്ങിയിരുന്നു ലിഫ്റ്റിൻ്റെ. കൊള്ളാം, നല്ലൊരു വ്യൂ ആയിരുന്നു. മിക്കവാറും താഴെ എത്തുമ്പോൾ കാല് കയറാൻ മാറ്റിയേക്കേണ്ടി വരും എന്തോ. എന്താണിത്, ഇറങ്ങിയിട്ട് തീരുന്നില്ല. ആ കാലിലെ മസിലൊക്കെ പിടിച്ചടാ. ആ ഗൈസ്, നമ്മളെത്തി ലാസ്റ്റ് ഫൈനലി. അയ്യോ ചത്ത. ഇവിടെയും വെച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റിയുടെ, ഫയർ സേഫ്റ്റിയുടെ. നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഇപ്പുറത്തെ വീഡിയോ എടുത്തുകൊണ്ട് അത് കണ്ടില്ലായിരുന്നു. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അകത്ത് വലിയ ക്വാളിറ്റിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ
അത് ഇരുട്ടായിരുന്നു അകത്ത്. മുകളിൽ പോയി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. ഇത് പാർക്കാണിത്. ഇവിടെ മൂത്രപ്പരയൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പോവാം, ഫ്രഷ് ആവാം, വാഷ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇതിൻ്റെ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ഇവിടെ നിന്ന് കളിക്കാം അല്ലേ അല്ലേ റിച്ചാ? നല്ല പൊളി. സേങ്കോട്ടനെ കൊണ്ടൊരു ദിവസം വരണം. പക്ഷെ സൈൻകുട്ടന് ഇതൊക്കെ പേടിയാട്ടാ. നാളെ ജലകേളിയിൽ കൊണ്ടുപോയപ്പോൾ അളിയൻ പേടിച്ച് കരച്ചിലായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് മറ്റേ പുലിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വാട്ടർ പാർക്ക് എന്നൊരു പാർക്കുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, മേളിൽ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതാ തിരിച്ചിറങ്ങിയത് ലിഫ്റ്റ് വഴിയില്ലേ, ഇറങ്ങിയത് കാല് വർക്ക് ചെയ്യുന്നില്ല. കാല് ഷേക്കാവുന്നു അങ്ങനെ കണ്ടോ, ക്ലച്ചിരുന്ന് കാല് നല്ല വൈബ്രേഷൻ ആവുന്നു. ഈ സിറ്റുവേഷനായിരുന്നു ഞാൻ ജഡായി പാറ കയറിയിട്ടിറങ്ങിയപ്പോൾ. ഒരിക്കലും ഡ്രൈവ് ചെയ്യുന്നവർ ഇങ്ങനെ മേളിലൊന്ന് കയറിയിട്ട് ഇറങ്ങാൻ നിൽക്കരുത്, പണി കിട്ടും. അപ്പോൾ നമ്മൾ മറ്റേ പുലിമുട്ടെന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ്, അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. റിവേഴ്സ് എടുത്തപ്പോഴേ കേട്ടോ കുഴപ്പം. റിവേഴ്സ് എടുക്കുമ്പോൾ കാല് കൊടുത്തെടുത്ത് വേണം. ഇപ്പോൾ കുഴപ്പമില്ല, പോക്കേറ്റ കേസ്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുലിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗേറ്റ്. പുലിമുട്ടെന്ന് നമ്മൾ പറയുന്നതാണ്, ഇവിടെ വാട്ടർ പാർക്ക് എന്നാണ് ഇപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത്. തങ്കശ്ശേരി വാട്ടർ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ബെൽറ്റ് ഇട്ടില്ല, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങി ടിക്കറ്റ് എടുക്കണം. പക്ഷേ ആ ടിക്കറ്റ് എടുത്തില്ല, വീഡിയോ കൂടി ഇടണം. പക്ഷേ ടിക്കറ്റ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. നീ എടുത്തത് 1 ഇട്ടെടുത്ത് 1.5 ഇട്ടെടുക്കണം നൈസ്. അപ്പോൾ പക്ഷേ ടിക്കറ്റ് എടുത്ത് എത്ര ആയിരുന്നു ടിക്കറ്റ്? ഇവിടെ 20. ഇവിടെ 20 തന്നെ. വണ്ടി ഇടുന്നതിന് സെപ്പറേറ്റ്. ഓ സെപ്പറേറ്റ് ആണോ? ഓക്കെ, ചില്ലറ ഉണ്ടല്ലോ. ഉണ്ടല്ലേ ഈരട്ടല്ലോ അപ്പുറം തന്നെ ചേച്ചി ചോദിച്ചു യൂട്യൂബാണോന്ന്. പറഞ്ഞ് യൂട്യൂബാന്ന്. സബ്സ്ക്രൈബ് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ ചെയ്യും. ഒക്കെ ഇരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ വണ്ടി ഇവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്, ഈ ജോഡിയായിട്ട് വന്ന പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് പാസ് കൊടുത്തിട്ട് കയറുന്നത്. ഇതാണ് ചെറിയൊരു വാട്ടർ പാർക്ക് എന്നിവർ പറയുന്നു. ഇവിടെ വലുതായിട്ട് സംഭവമൊന്നുമില്ല, പിള്ളേർക്കൊന്നും ആക്ടിവിറ്റി ഒന്നും ഇല്ല ഇപ്പം. മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പോയെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഗൈസ് നടന്നും കയറിയും ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഒരു ഐസ്ക്രീം എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നൊരു പയ്യൻ്റെ കടയുണ്ട്, അവിടെ തന്നെ ഒന്ന് ചെന്ന് കളയാം, അവനെയോട് വീഡിയോ എടുത്ത് കളയാം. വേറെ അതായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് അവൻ. ചുമ്മാ ഒരു രസം. വേണ്ടക്കാ അതൊരു ചാനൽ തുടങ്ങിയടാ യൂട്യൂബ്. ഫ്രീ ആയിട്ട് ഐസ്ക്രീം കിട്ടും. പൈസ കുററാ, എന്നിട്ട് ഐസ്ക്രീം മേടിയില്ലേ? മേടി പൈസ ഇതുണ്ട് എവിടെ കേട്
എവിടെ കയറിട്ട് ഇറങ്ങി പോയി ചത്ര ഏതാ എനിക്കൊരു വാനില മതി. ഇപ്പൊ ഞാൻ രണ്ടേ ഉള്ളു. സ്കൂപ്പാ ഏത് എന്തെങ്കിലുമൊക്കെ എടുക്കാം. ചൂടത്ത് കുടിക്കാം. ഇടിയ വാനില തരാം. നമ്മൾ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ. ഇവിടെ ഫുള്ള് കപ്പിൾസാണ് ഗൈസ്. ഇനി ചെടിയെടുക്കാൻ മറവിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെന്ന് നോക്കാം. അതാ കണ്ടില്ലേ ഇഷ്ടംപോലെ ഉള്ളവരാ. അവരൊന്നും എടുക്കാൻ വന്നതല്ല, ഇത് ജസ്റ്റ് നിങ്ങളത് കാണിക്കാൻ വന്നേ. പിന്നെ അവിടെ നിന്നുകൊണ്ട് ആ പാറയുടെ ഒരു ഭംഗി ഒരു കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വന്നത് കൊണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമ്മളെ പയ്യൻ നിൽക്കുന്ന ഐസ്ക്രീം കടയാണ്. ഇവിടുന്ന് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ റിഷാദ് ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ കടകളുണ്ട്. റിഷാദിന് സ്കൂപ്പ്. നീ സ്കൂപ്പല്ലേ വാനില? ഏതെടുത്ത വാനില തന്നെ? ഇതേത് പിന്നെ ഇത് വാനിലല്ലേ? ജാക്ക് ഫ്രൂട്ടാ? വാനില എനിക്കാ? ഞാൻ വാനില പറഞ്ഞത്. എടുക്കൂ. ഏത്? അതാ ഞാൻ ചോദിച്ചത്. ഒരിപ്പോൾ വെള്ളം കൂടി മേടിച്ചോ, ചിലപ്പോൾ തൊണ്ടടിച്ചു പോകും. ഇത് കഴിഞ്ഞിട്ട് മേടിക്കാതെ ഇപ്പം മേടിക്കാൻ പറ്റും. ഇപ്പം മേടിക്കും. എൻ്റെ മോനെ എന്ത് സുഖം. ഇതിലേ ഇറങ്ങി പോകല്ലേ? കറങ്ങി അപ്പുറത്തൂടെ കറങ്ങി ഇതിലേ ഇറങ്ങി നമ്മൾ അപ്പുറത്തോടെ വരാം. ഇത് ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് വന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം കുറച്ചൊരു ക്ലാരിറ്റിയിൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ്. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ സീനറിയും കാര്യങ്ങളൊക്കെ. എവിടെ പോയാലും ഇവരാണല്ലോ ഗൈസ്. ഞങ്ങോട്ട് തിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണല്ലോ ക്യാമറ. പിന്നെ ബീച്ചല്ലേ, നമ്മളിവിടെ ആകുമ്പോൾ വിഷയമില്ലല്ലോ. അതാണ് ഗ്ലാമർ. ഇനിയുണ്ടോ? അല്ല ഇനിയുണ്ടോന്ന് ചെയ്തു. ഞാൻ ലാസ്റ്റ് ഇവിടെ മേഘൻ്റെ കല്യാണത്തിനാണ് വന്നത്. ഞാൻ കഴിഞ്ഞ ട്രിപ്പ് വന്നായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയാ വർഷമായിട്ട്. അല്ല അവിടെ കല്യാണം ഇവിടെ ഞങ്ങൾക്ക് അവിടെ പോയായിരുന്നു. കാർ കയറ്റിവിടുമായിരുന്നെങ്കിൽ അങ്ങ് അങ്ങറ്റം പോയായിരുന്നു. കാറാ അവസാനം കൊണ്ടിട്ട് അവിടെ ഇട്ടിട്ട് തിരിച്ചു വരും. ആളെ നടത്തെടുത്തില്ല, അപ്പഴേ കാറ് കയറ്റാൻ പോകുന്നത്. എന്താണ് കേസ്? ഇവിടെ നല്ലൊരു സീനാണ്. പക്ഷേ അത് പിള്ളേരിരിക്കുന്നു, പോണ്ട, ഡിസ്റ്റർബൻസ് ആക്കണ്ട. നമ്മൾ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഒന്നുമില്ല. ഒരു ചെറിയ തണലുണ്ട് ഇവിടെ നിന്ന്. ഐസ്ക്രീം കുടിച്ച് ചേർത്തിട്ട് അങ്ങോട്ട് പോവാം. ആണ് ദേഹത്തെത്താൻ പറ്റുന്നത് ഗൈസ്. Don't overtake you. ഒഴുകി പോയത് ഇതും പട്ടി കിടക്കാൻ പറ്റത്തില്ലേ? അതേപോലെ സ്റ്റെപ്പ് വീണായതാ. അയ്യോ ശബരിമല പടയാ അല്ല പടിയാ.
അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗേറ്റ് വരെ പോവാം. അതിനപ്പുറത്ത് നമ്മൾ ഗേറ്റ് എടുത്തില്ല. മുമ്പ് നമ്മളെ ഗേറ്റ് ഇടുമായിരുന്നു, അപ്പോൾ നമ്മൾ ഗേറ്റ് എടുത്തില്ല. എന്തോ ഞങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പകലാകുമ്പോൾ ഈ പിള്ളേരൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങോട്ട് അതുവരെ കൊണ്ടുവന്ന് പോയിട്ട് വരാം. എവിടെ നോക്കിയാലും നമുക്ക് അത്യാവശ്യം കടൽ തീരങ്ങൾ കാണാം. ലൈറ്റ് ഹൗസ്, വീണ്ടും ലൈറ്റ് ഹൗസ്. தலைவர் எங்கே பார்த்தாலும் நீங்களா? क्या भाई? इधर से इतना तक क्या एरिया? ओ इधर से वो उधर तक नहीं नहीं है, रेस्ट्रिक्शन है. രണ്ട് ഇന്ത്യക്കാർ വന്നിട്ട് ചോദിക്കുകയാണ് ഇതുവഴി കയറി പോകാവുമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അവർ അറിയത്തില്ല, കയറി പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് അവരോട് നിന്നവരുടെ അടുത്ത് ചോദിച്ചതാണ്. അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അതിൻ്റെ പേരാണ് അവർ. നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാലും. മുമ്പൊക്കെ ഞങ്ങൾ അവിടെ പോകുമായിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി കയറാൻ പറ്റുന്ന സൈറ്റുണ്ട്, അപ്പോൾ അവിടം വരെയൊക്കെ പോകുമായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് വ്യൂ ഒക്കെ എടുക്കാമായിരുന്നു. കണക്ക് ഇവിടുന്ന് നല്ല അടിപൊളിയൊരു വാളൊക്കെ വെച്ച് കെട്ടിയിരിക്കുക ഇപ്പം ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അതിനുള്ള നല്ല കാര്യമാണ്. ആരും പോകത്തില്ലല്ലോ അപ്പം. എൻ്റെ മോനെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അതോടൊപ്പം ഈ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് അതിൻ്റേതായുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഒരു സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോകാനും പറ്റൂ, അതുപോലെ വീഡിയോസ് ഇടാനും പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചത് സംഭവം എൻ്റെ ഒരു ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്, വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ്. അപ്പോൾ അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താൽ, ഇതിപ്പോൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ചെയ്തത്. ബഡ്ജറ്റ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല വീഡിയോസൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം.